എന്തായാലും പോവേണ്ടതാ എല്ലാത്തിനും. എടാ പ്ലാസ്മ എൻ്റെ പൊന്നു കിട്ടിയ പ്ലാസ്മയിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലല്ല ഞാൻ ചുമ്മാണ് കേട്ടോ ചുമ്മാ കുഴപ്പമില്ല. നമ്മുടെ പ്രോബ്ലം നല്ലതേ ഉള്ളൂ. സെറ്റായിട്ട് കളിക്കുന്നേ. പക്ഷെ ഇനി ഞാൻ കളിക്കാനിരിക്കുന്നു. കമാൻഡ്രാ മഹേഷ് ഗേസ്. പിന്നെ ഒരു ചലഞ്ചുമായിട്ടാണ് ഗേസ് ഞാൻ വന്നേക്കുന്നത്. 6+ സ്കില്ലൊക്കെ ആയിട്ടാണ്. ഓക്കെ 6+ സ്കില്ലൊക്കെ എടുക്കാനായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പതുക്കെ മെല്ലെ പോകാം. എൻ്റെ മോനെ ഇപ്പോൾ കോഡ് റിമൂവ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഒരു വാർത്ത കേട്ടിരുന്നത്. എന്താ പറയണ്ടേ, ന്യൂസ് കേട്ടിരുന്നത്. പക്ഷെ ഇതുവരെ കോഡ് ഇപ്പോൾ എല്ലായിടത്തും കിടക്കുക. ഇപ്പോൾ കോഡിപ്പോൾ കോഡാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. ബാക്കിയുള്ള ഗണ്ണസൊന്നും ഞാൻ പറയുന്നത് തെറ്റുണ്ടായി ക്ഷമിക്കൊക്കെ. ഗൺസ് വേറെ ഇപ്പം ഒന്നും ആർക്കും വേണ്ട. ഇപ്പോൾ അറിയില്ലേ അമ്മേ. വെസ്റ്റ് അടിച്ചു എന്തെങ്കിലും നമ്മളെന്തായാലും സെറ്റായിട്ട് 2 കില്ലൊക്കെ സെറ്റായിട്ട് കാര്യമുണ്ട്. നമ്മൾ പിന്നെ സിപ്പ് ലൈനിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ഒരു തല കണ്ടിരുന്നു. അവിടെ ഞാൻ കണ്ടു തൽക്കാലൊക്കെ എൻ്റെ അടുത്ത് വേറുണ്ടല്ലോ. കൊടുക്കണമെങ്കിൽ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടേക്കാം, അതായിരിക്കും നല്ലത്. ഹെഡ് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നാ വീട്ടിൻ്റെ മണ്ടയ്ക്ക് ആരും ഉണ്ടാവില്ല. അത് നമുക്ക് കറങ്ങിപ്പോയി എടുക്കാം, കറങ്ങി നോക്കാം. ഇവിടെ എവിടെയോ എനിക്ക് മറ്റേ ആ ചുവപ്പ് സാധനം കണ്ടല്ലോ. പക്ഷേ അടുത്താണോ ഉള്ളതെങ്കിൽ കളി പോയി. അതങ്ങനെ ഞാൻ മേളിലെത്തി അതേ സമയം ഇച്ചിരി നമ്മളെ നെറ്റൊക്കെ ഇച്ചിരി സീനാണ്. ഓക്കെ അവിടെ അങ്ങോട്ട് സ്കോപ്പ് ഇട്ടോണ്ടിരിക്കുക. നല്ല കാര്യം. സുഭാഷ് കിട്ടുന്ന മെഡൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ കിട്ടുന്ന മെഡ് സേവ് ചെയ്ത് വെച്ചേക്കാം. എന്തോ പോലെ എടേ എവൻ്റെയിലും പ്ലാസ്മൻഡ്രാ. ഓക്കെ സോണൊക്കെ വരാറായി. പെട്ടെന്ന് സോൺ വരുന്നു. ഇപ്പോൾ സേവ് ചെയ്യാനുള്ള കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. എടാ ആസനം തുറന്നടാ. ആസനം തുറന്ന് തുറന്നിരുന്ന ഇതൊക്കെ മിക്കവാറും അവിടെ ആയിട്ടുണ്ടായി. ഇതുവരെയായിട്ട് ഒരു എക്സമാറ്റിൽ ഒരു അടി പോലും എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെയായിട്ട് എക്സമാറ്റിലും കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എൻ്റെ പ്ലാസ്മ കണ്ടോ? ഞാൻ കണ്ടോ പുതിയ സ്കിൻ എങ്ങനെയുണ്ട്? മറ്റേ ഡയമണ്ട് 1 അടിച്ചുകൊണ്ട് കിട്ടിയ സ്കിന്നൊക്കെയാണ് കഴിച്ചത്. നമുക്ക് എന്തായാലും വരേണ്ടത് വരട്ടെ, പോകേണ്ടത് പോകട്ടെ. നമുക്കൊന്ന് പോവാം. ഇത് സബ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ സബ് നിങ്ങളാരും സബ് ചെയ്യുന്നില്ല എൻ്റെ ചാനലിൽ വീഡിയോ. ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്താണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്. ഒരു ലൈക്കല്ലേ അടിക്കാൻ പറയുന്നത്. ഒരു ലൈക്കും ഷെയറും ചെയ്യണം. ദാറ്റ്സ് ഓൾ.
ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു 3 കില്ലും കൂടെ എടുത്താൽ മതി. അവിടെ അവിടെ ഒരുത്തനെ കണ്ടല്ലോ. ഒളിച്ചാ? ആഹാ, ഒളിക്കാനാണോ? എന്നാൽ ഞാനും ഉണ്ട് ഒളിക്കാൻ. നിങ്ങളാരും കണ്ടില്ലേ? ഞാൻ ഒരാളെ കണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഗെയിം അപ്ഡേറ്റ് ചെയ്തോ? ഗെയിമൊക്കെ അപ്ഡേറ്റ് ചെയ്തല്ലോ അല്ലേ? റോഡ് ടു 1K ആണ് കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. ബട്ട് റോഡ് ടു 1K ദാറ്റ്സ് ഓൾ. 1K നിങ്ങൾ അടിച്ചു പോയി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക്. ഈ സബ് ചെയ്യാൻ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, സബ് മാത്രമേ ഉള്ളൂ. അവിടെ പീക്കിലൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കയറുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പിന്നെയും നമുക്കൊന്നും കൂടെ ആ വീടൊന്ന് വലം വയ്ക്കേണ്ടി വരും. പിന്നെ ഒരാളെ കണ്ടതുപോലെ, ഒരു ഗേൾ ക്യാരക്ടറിനെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. എല്ലാം ശരിയാവണം എന്നില്ലല്ലോ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ മുന്നിലെല്ലാം എന്തുവാടാ? എവിടെയെങ്കിലും ഞാൻ പോണ്. ഇത്ര സമയങ്ങളെ എനിക്ക് വയ്യ. ഇത് മറ്റേ ഇങ്ങനെ കേട്ട കണ്ണു വന്ന ഒരു സാധനം ഇല്ല ഗൈസ്, അതൊക്കെ അമ്മമാരെടുത്ത് കളഞ്ഞു. ഇപ്പോൾ സോൺ വന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തീർന്നു. ഞാൻ മാക്സിമം നോക്കുന്നത് ബുയയാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ തട്ടി. അത്ര എനിക്ക് പറയാം. അമ്മക്ക് വേണ്ടതാണ് ഇപ്പം വണ്ടി. അങ്ങോട്ട് പോലെ തട്ടി ഞാനിതാ തട്ടുന്നു. ക്വാർട്ടറിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇയാൾ കൊള്ളാമല്ലോ. വണ്ടിക്കകത്ത് കയറണ്ടോന്ന അമ്മേ. അയ്യോ ഗായ്സ്, അയ്യേ മണ്ടത്തരം കാണിച്ചു കൊടുത്ത്. എത്ര പ്ലസ് കിട്ടിയിട്ടുണ്ടാവും? 18 പ്ലസ്സാ. എടാ എക്സാം ആയിട്ട് ഒരു അടി പോലും ഞാൻ കൊടുത്തില്ലല്ലേ. അതായത് നമ്മൾ 4 കില്ലെടുത്ത്. ഓക്കെ, നമുക്കിന്നൊരു എന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്.
മറ്റേ വിചാരിക്കും ഇപ്പോൾ ഞാൻ വലിയ മറ്റേ ഡിമിത്രി ഇട്ടിട്ട് റൈഡൻ ക്യാരക്ടർ ഇത് കൊള്ളൂല. ഈ അപ്പിയറൻസ് ഈ യൂസും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടത് ഒട്ടും കൊള്ളൂല. പാട്ട സാധനം. എടാ നീ ഡെസേർട്ട് തന്നെ എന്തിനാടാ എടുത്തത്? എന്നെ കൊല്ലാനാ? ഇവ ഇങ്ങനെ അടിച്ചേ? ഞാൻ ഇവിടെ ഒതുങ്ങിക്കായിരുന്നു. ഇങ്ങോട്ട് ഇട എങ്കിലും എനിക്ക് വാശി കയറുള്ളൂ ഗൈസ്. ഒരാൾ എന്നെ ഗൈസ് ഞാൻ മുമ്പ് എൻ്റെ CS റാങ്ക് ഞാൻ പ്ലാറ്റിനം 5-ലായിരുന്നു കിടന്നത്. ഞാൻ ഇന്ന് ഫുള്ള് പുഷ് ചെയ്ത് ഞാൻ ഡയമണ്ട് 1-ൽ ഇതാ വന്നു കൊണ്ടാരം. ഡയമണ്ട് 1-ലോട്ട് ഞാൻ ആക്കി വെച്ച്. ഡയമണ്ട് ആവുന്നതിൻ്റെ ആ ഇതിൽ ഒരുത്തൻ വന്ന് ലോലിമോട്ട് ഇട്ടെന്നെ. ഞാൻ എന്ത് ചെയ്യുന്നത് മറ്റേ ഫ്ലാഗ് മോട്ട് ലാസ്റ്റ് കളിയായപ്പോൾ ഫ്ലാഗ് എമൗട്ടൊക്കെ എടുത്തിട്ട് സെറ്റ് ഗെയിം പ്ലേ ആയിരുന്നു. സെറ്റായിരുന്നു. എനിക്ക് സിറ്റപ്പ് ടീമ പഠിച്ചു നോക്കാം. എടാ വിശ്വസിക്കാൻ പോയിനെ. നമ്മൾ ഹൈ മോട്ടൊക്കെ ഇട്ട് കൊടുക്കണം. എടാ തപ്പി ഇരുന്നോ എടാ ബാക്ക് അടിച്ചെന്ന് എനിക്ക്. എടാ വിക്ടർ പോയാ ഒരു കിലോ ഡാമേജ് പോലും കൊടുക്കില്ല. കുഴപ്പമില്ല, നല്ല ആള് തന്നെ. എനിക്ക് വേണ്ടി പോയേ എന്താ പറയാ. ആര്യായിട്ടൊരു നല്ലൊരു കളിയായിട്ട് വിചാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ കിട്ടാൻ നമുക്കൊന്നും കൂടെ നോക്കാം. അത് പോയി. നല്ല ഗായ്സ്, നല്ല കാര്യം തന്നെയാണ്. സബാഷ്. എക്സമൈഡാണോ? അടാ വേണ്ട മറ്റേ അമ്മച്ചി എടുത്തേവ ഇങ്ങനെ ഒന്ന്. നീ വാടാ നിന്നെ ഹെഡ് അടിച്ചു വെക്കാം. പോണ്ട് ആണോ? നിനക്ക് മാത്രം ഇങ്ങനെ. അത് കൊള്ളാലോ. അങ്ങനെ അല്ലേ? അങ്ങനെയൊന്നും ഇല്ലുണ്ടോ? ടിഷ് ടാപ്പോ ഇങ്ങോട്ട്. അല്ല പിന്നെ നമ്മൾ കളി റൗണ്ട് കളിച്ചു. നമ്മൾ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 ലൈക്ക് ഓക്കെ ആക്കുക. പിന്നെ 5 സബ്സ്ക്രൈബർ അത് ഷെയർ നടക്കല്ലേ. ഷെയർ എൻ്റെ കൂട്ടുകാരൻ സ്പെക്റ്റാക്കിയിരുന്നു ഗൈസ്. നീ അങ്ങനെയാണോ? എവനൊരു കറക്കലുണ്ട്.
മിഷൻ ഇട്ടൊരു കറക്കം. ഇതാ മിക്കവാറും അമ്മ ഇട്ടടിക്കായിരിക്കും. നമുക്ക് മാറിയിട്ടോ. ഹായ് ബ്രോ, ചാവ് ബ്രോ. എടാ അപ്പൊ എന്റെ കൂട്ടുകാരല്ലേ എന്നെ സ്പെക്ടാക്കിയത്? എന്ത് പറയും? ഓക്കെ ഓക്കെ. അവൻ ഡെസേർട്ടൊക്കെ എടുക്കണ. ആഹാ, നീ ഡെസേർട്ട് എടുക്കുമോ? എടാ വാടാ 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 വാടാ, നീ നിന്റെ അന്തി അറിയില്ല. എടാ സാന്റിനാണോ? നീ ഇട്ടെന്ന് പറഞ്ഞ് ഞാൻ ചാവേന്നില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ ഹെഡ് അടിക്കാൻ തുടങ്ങിയില്ലേ? ഡെസേർട്ട് പിന്നെ ഹെഡ് അടിക്കണം. ഇത്രേ ഉള്ളൂ, തീർന്നു. നമുക്ക് ഇനി നേരെ അവൻ്റെ അടുത്ത് പോയിട്ട് ഇനി ചെലന്തി ഇട്ട് കൊടുക്കാം. എടാ കറക്റ്റ് സമയമായപ്പോ ചെലന്തി പോയില്ലടാ. എന്ത് പാട്ട ചെലന്തിയാ, കൊള്ളൂല. ഇനി ഞാൻ മിണ്ടൂലേ? ശേഖ ചുമ്മാണ് കേട്ടോ ഞാൻ പറയണേ. നമുക്ക് എസ് വി ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ ഇതാകുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് കയറുന്ന കുറച്ച് എണ്ണങ്ങളേ ഉള്ളൂ. ഷർട്ട് കയറുന്നത് അവളെ ടിങ്കിച്ചക്കട അതെ സ്പിന്നി വന്നിട്ടുണ്ടായിട്ട്. അയ്യാ കൈകോട്ട് പോയി. പരിപാടികൾ ആരംഭിക്കട്ടോ. ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി നാളെ കാണാം. ബൈ ബൈ.